പുള്ളെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. വേറെ ആരെ പറ്റിയിട്ടുമല്ല, നമ്മളെ സുരേഷ് ഗോപി ചേട്ടനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സുരേഷ് ഗോപി ഏതോ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഡബ്ബിങ് പൂർത്തിയാക്കണമെങ്കിൽ എനിക്ക് തരാനുള്ള ബാക്കി പൈസ 1,00,000 രൂപ എനിക്ക് തരണമെന്ന് ഏതോ ഒരു നിർമ്മാതാവിനോട് പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അവസരമായിട്ട്, കാരണം തിരഞ്ഞെടുപ്പല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനി ആരെയും കിട്ടിയിട്ടില്ല, എന്നാൽ സുരേഷ് ഗോപി കിട്ടിയൊരു വാട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തതാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് ജോലിയായി കഴിഞ്ഞാലും നമുക്ക് പൈസ തരണ്ടേ? അത് സുരേഷ് ഗോപി അഭിനയിക്കാൻ പോയിട്ടാണെങ്കിൽ അയാൾക്ക് പൈസ കൃത്യമായിട്ട് കൊടുക്കണ്ടേ? അതുമാത്രവുമല്ല, ഈ 1,00,000 രൂപ പോലും ഇല്ലാത്ത നിർമ്മാതാവാണോ സുരേഷ് ഗോപിയുടെ സിനിമ പിടിക്കാൻ പോയിരിക്കുന്നത്? എന്തിൻ്റെ പേരിലായാലും ശരി, സുരേഷ് ഗോപിയുടെ പ്രതിഫലം ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യത നിർമ്മാതാവിനില്ലേ? പിന്നെ അവൻ വന്നിട്ട് ഇപ്പോഴിങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയായിട്ട് നമുക്ക് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ മറ്റുള്ളതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇമ്മാതിരി തോന്നിയവാസ പരിപാടിക്കൊന്നും നമ്മൾ കൂട്ടേക്കത്തില്ല. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ അങ്ങയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇഷ്ടമല്ല, അതുപോലെ തന്നെ MP ആയതിനു ശേഷം അങ്ങയുടെ പഴയ ആ ഒരു തന്ത്രങ്ങളും ആ ഒരു സ്വഭാവങ്ങളും പാടെ മാറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊതുജനങ്ങളോട് MP ആകുന്നതിന് മുമ്പേ വേറൊരു സ്വഭാവമാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എനിക്ക് എന്നുള്ള തരത്തിൽ. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ചില പ്രസംഗങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നത്, പണ്ടത്തെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പമ്പാ, ആ കമ്മീഷണർ സിനിമയെല്ലാം നമ്മൾ ആരാധിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ എന്ത് ആ സുരേഷ് ഗോപി ചേട്ടനാ, നിങ്ങൾ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന് വരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ, അത്രയും നിലപാടുള്ള ഒരു ഭയങ്കരമായ ശക്തമായ ഒരു മനുഷ്യൻ. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് നായനാരുടെ കൂടെയും അതുപോലെ തന്നെ കരുണാകരൻ്റെ കൂടെയും ദോശയും പുട്ടും കടലയും ഒക്കെ കഴിക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപിയെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, MP ഇതൊക്കെ ആവുന്നത്. ഇപ്പോഴാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പുഷ്പം പോലെ ജയിച്ചു പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ട് ആൾക്കാരുണ്ട്. കാരണം സുരേഷ് ഗോപിയും അതുപോലെ തന്നെയാണ്. സുരേഷ് ഗോപിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് പറയുക. അദ്ദേഹം പറയുന്നതൊക്കെ വേറൊരു സ്ഥലത്തിൽ വേറെ, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക. അതായത് ഒരു എത്തും പിടിയും കിട്ടാതെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംസാരമാണ് നമ്മൾ സുരേഷ് ഗോപിയുടേത്. പക്ഷെ അങ്ങയുടെ നന്മ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ സെലക്റ്റീവായി എന്ന് എനിക്ക് പറയേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് മാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ആൾ സഹായത്തിന് പോയി ചോദിച്ചപ്പോൾ ഗോവിന്ദനോട് ചോദിക്ക പോയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വരും. അതുപോലെ തന്നെ മകളെ കല്യാണം വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഊണ് കഴിക്കുന്നിടത്ത് നാട്ടിൽ പുറത്താക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും കുറച്ച് ആൾക്കാർക്ക് കൂടി ഊണ് കൊടുത്തോ എന്നുള്ള തരത്തിൽ പറയേണ്ടതിന് പകരം അവിടെ പോയവർക്ക് ഊണില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ നല്ല വിയോജിപ്പുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയോജിപ്പുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അങ്ങ് തള്ളാൻ കഴിയില്ല. കാരണം ഈ നിർമ്മാതാവ് എന്ന് പറയുന്നവൻ്റെ കയ്യിലാണ് മുഴുവൻ തെറ്റും. അവൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊടുത്തിരിക്കണം. അല്ലാതെ പൈസ ഇല്ലാത്തവൻ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. പൈസ ഇല്ലാത്തവനാണോ സുരേഷ് ഗോപിയുടെ സിനിമ പിടിക്കാൻ വന്നവൻ? സുരേഷ് ഗോപിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഈ നിർമ്മാതാവ് കോടികൾ ഉണ്ടാക്കുമ്പോൾ സുരേഷ് ഗോപി പോയിട്ട് പറയും എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് പറയില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപിൻ്റെ മാർക്കറ്റിനനുസരിച്ചുള്ള പൈസ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു നടന്മാർ പോലും ചെയ്യാത്തൊരു കാര്യം സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു സംഘടനയ്ക്ക് എല്ലാ സിനിമയുടെയും അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ 2,00,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒരു സംഘടനക്കുമല്ല, നമ്മുടെ മാസ് സംഘടനക്കാണ്. അതായത് മിമിക്രി കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയാണ്. ആ ഒരു സംഘടനക്കാണ് കൃത്യമായിട്ട് 2,00,000 രൂപയാണ് സുരേഷ് ഗോപി ഓരോ ഇത് കഴിയുമ്പോഴും, അതായത് ഓരോ സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ നാദിർഷയെയോ ഇല്ല ടിനി ടോമിനെയോ അവരെ ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ വിഹിതം ഇതാ മക്കളെ, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപി ഉണ്ട്. അത് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ആ ഒരു സംഘടനയ്ക്ക് പൈസ കൊടുക്കുന്ന സുരേഷ് ഗോപി പിന്നീടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജയിച്ചതിന് ശേഷമാണ്. അതായത് മുൻ കേന്ദ്രമന്ത്രി ആയപ്പോഴും MP ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സംസ്ഥാനത്തു നിന്നും ജയിച്ചു പോയതിന് ശേഷം അങ്ങേര് കാണിക്കുന്ന ചില കാര്യങ്ങളോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല.
ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും പിന്നെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ കോമഡി പോലെയാണ് തോന്നാറ്. പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ടാർഗറ്റ് പോലെ ചെയ്തിട്ട് അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വോട്ട് പിടിക്കോ വോട്ട് പിടിക്കാതിരിക്കോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്, അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഡബ്ബിങ്ങിന് വന്നിട്ടില്ല സുരേഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നടയത് എന്തെങ്കിലും ഒരു കുറച്ച് ഇതായിട്ടുള്ള കൊണ്ടുപോവാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറ, ഒരു 10 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് സുരേഷ് ഏട്ടൻ വന്നിട്ടില്ല എന്ന്. ഇത് സുരേഷ് ഗോപി ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവന് ചായ വാങ്ങിച്ചു കൊടുക്കാം, ചായ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പൈസ ആയിരിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഡബ്ബിങ്ങിന് വന്നിട്ടില്ല എന്ന്. അതൊന്നും അല്ല, സംഭവം വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിന് സുരേഷ് ഗോപി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 1,00,000 രൂപ കൊടുക്കാണ്ട് സുരേഷ് ഗോപി ഒരു കാരണവശാലും ഡബ്ബിങ്ങിന് പോകരുത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശമ്പളമല്ലേ ചോദിച്ചത്, അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാൾ പിടിച്ചു പറിക്കാൻ നിന്നൊന്നുമല്ല. അയാൾ ജോലി ചെയ്ത ശമ്പളം. നമ്മളിപ്പോൾ ഏത് പണിക്കാരനായി കഴിഞ്ഞാലും നാടൻ പണി എടുക്കുന്നവനായാലും ഹോട്ടൽ പണി എടുക്കുന്നവനായാലും മറ്റവനായാലും എല്ലാവരും, അതായത് ഈ സിനിമയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ചെക്കൊക്കെ കൊടുത്ത് പണ്ട് പറ്റിക്കാറുണ്ട്. അതുപോലൊന്നുമല്ല ഇപ്പോൾ കൃത്യമായിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ഡബ്ബിങ്ങിനും പോകത്തില്ല, അവൻ്റെ സിനിമയും ഇറങ്ങൂല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ എവിടെന്നെങ്കിലും എന്തെങ്കിലും തോണ്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്തിനാ അറിയാം, വേറെ ഒന്നിനുമല്ല, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടി ഇതങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസും CPM ചിലപ്പോൾ ഇത് സകല ഗ്രൂപ്പിലും അങ്ങ് ഇട്ടങ്ങ് അലക്കും. ആ അലക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ പറ്റി, എൻ്റെ മോനെ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാ, ആ പാപം കോടികൾ കളഞ്ഞ നിർമ്മാതാവിനെ വരെ ഇയാൾ പറ്റിച്ചില്ലേ എന്നുള്ള ഒരു മനസ്സാണ് നമുക്ക് വരിക. എന്തേ 1,00,000 രൂപ, അതായത് കോടികൾ മുടക്കിയിട്ട് സിനിമ ഇറക്കുന്നവന് 1,00,000 രൂപ കൊടുക്കാനില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊക്കെ ഈ നിർമ്മാതാവിൻ്റെ ഒരു ഉടായ്പായിരിക്കാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് 1,00,000 രൂപ കൊടുക്കാതിരിക്കുകയും അങ്ങനെ സുരേഷ് ഗോപിയെ വിളിച്ചപ്പോൾ അയാൾ ഡബ്ബിങ്ങിന് വരില്ല എന്ന് പറയുകയും പിന്നീട് 1,00,000 രൂപ കൊടുത്തതിന് ശേഷം ഡബ്ബിങ്ങിന് വരുത്തുകയും, ഇതൊരു അവസരമായി എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, തെരഞ്ഞെടുപ്പിന് അങ്ങ് വീശാം. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇത്ര നാൾ മുമ്പ് ഇത്രയും മുന്നേയല്ലേ പറയേണ്ടത്. അതായത് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടല്ലേ പറയേണ്ടത്. സിനിമ ഇറങ്ങിയ ആ സമയം ഏകദേശം 1 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ ഇറങ്ങിയിട്ട്. അപ്പോഴല്ലേ പറയേണ്ടത്. അപ്പോഴൊന്നും പറയാതെ ഇലക്ഷൻ സമയത്ത് കൃത്യമായി പറയണമെങ്കിൽ ആ പേട്ടാവളിയൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ളവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കൊണ്ട് നടക്കുന്നവൻ വരെ പിന്നെ നാറുന്നേ പറയാനുള്ളൂ. അതായത് ഈ ചുമന്നോൻ വരെ നാറും ഇങ്ങനെയുള്ള നാറ്റക്കേസുകൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് വല്ലതും പോയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപാടേ, മനുഷ്യന്മാരുടെ ക്ഷമ പരീക്ഷിക്കാണ്ട് ഇതൊക്കെ എടുത്ത് പൊക്കി നടക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം തോന്നുന്നത്. കാരണം ഈ 1,00,000 രൂപേൻ്റെ പേരും പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വേറെയോ. അല്ല, സുരേഷ് ഗോപി ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മാധ്യമങ്ങൾക്കായാലും മനുഷ്യന്മാർക്കായാലും എന്ന് എന്തിനാ പറയുന്നത്. കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് സുരേഷ് ഗോപിയുടെ എതിർപ്പുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് BJPക്കാർക്ക് തന്നെ എതിർപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള സുരേഷ് ഗോപി അല്ല ഇപ്പോഴേ, ഞാൻ കുറേ മാറിപ്പോയി ആ സുരേഷ് ഗോപി ആയിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ, ചില പിന്നെന്താ പറയുക ബഹളങ്ങൾ, അതുപോലെ തന്നെ ചില പ്രസ്താവനകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജവമുള്ള, വ്യക്തിത്വമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സുരേഷ് ഗോപിയാണ്. പിന്നീട് ഇദ്ദേഹം മന്ത്രിയായപ്പോഴും അതുപോലെ തന്നെ MP ആയപ്പോഴൊക്കെയാണ് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നതും. ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക്, അതൊക്കെ വരാൻ തുടങ്ങിയതൊക്കെ ആ ഒരു സമയത്താണ്. അതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും സുരേഷ് ഗോപിനെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അദ്ദേഹം പോലീസ് ഓഫീസറാണ്. കോമഡി സിനിമയാണ്. അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. എന്താ വെച്ചാൽ മമ്മൂട്ടിയും മറ്റവരൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഇതേപോലെയാണ് എന്ന് വെച്ചാൽ ഒരു കോമഡി. അതേപോലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിനെ തോന്നുന്നത്. ഏതായാലും 1,00,000 രൂപേൻ്റെ പേരും പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഇനിയും തന്നെ കരിവാരി തേക്കാതെ തരത്തിൽ പോയിട്ട് ബല്ല ഒരു കോടീൻ്റെ എന്തെങ്കിലും കൊണ്ടുപോവാ. നന്ദി, നമസ്കാരം. ഇത്രയേ പറയാനുള്ളത്.